ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടു. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക കണ്ടിന്യൂഷനായിട്ട് നമുക്കിതിനെ കാണാം. ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് എന്താണ് സിമിലർ മെട്രിസസ് എന്ന് നോക്കാം. ഡെഫിനിഷൻ: സിമിലർ മെട്രിക്സ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ആൻ NBN matrix A cap is called similar to an NBN matrix A if A cap is equal to P inverse AP. അപ്പോൾ എ ക്യാപ്പ് എന്ന് പറയുന്നത് എയുമായിട്ട് സിമിലർ ആണെന്ന് പറയണമെങ്കിൽ ഒരു മെട്രിക്സ് പി ഉണ്ടാവണം സച്ച് ദാറ്റ് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി ഫോർ സം നോൺ സിംഗുലർ NBN മെട്രിക്സ് പി. This transformation which gives A cap from A is called a similarity transformation. അപ്പോൾ ഈ എ ക്യാപ്പിനെ നമുക്ക് എന്ന് കിട്ടിയില്ലേ, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊടുത്തു. അതായത് പി ഇൻവേഴ്സ് ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പി ഇൻവേഴ്സ് എ പി ചെയ്തപ്പോൾ നമുക്ക് എ ക്യാപ്പ് കിട്ടി. അപ്പോൾ അതിനെയാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ: ദ മെട്രിക്സ് എ ക്യാപ്പ് ഇസ് ഈക്വൽ 6 0 0 1 ഈസ് സിമിലർ ടു ദി മെട്രിക്സ് എ ഈസ് ഈക്വൽ 5 4 1 2 ബിക്കോസ് ദെയർ ഇസ് എ നോൺ സിംഗുലർ മെട്രിക്സ് പി ഈസ് ഈക്വൽ 4 1 1 1 ആൻഡ് പി ഇൻവേഴ്സ് ഈസ് ഈക്വൽ 1/3 1 -1 -1 4 such that A cap is equal to P inverse AP. Matrix A cap is similar to the matrix A because there is a non-singular matrix. Example ആണ് P and P inverse such that ഇപ്പോൾ പിയും P ഇൻവേഴ്സും എല്ലാവരും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P inverse AP ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എയിൽ നിന്ന് എന്ത് കിട്ടും? A cap കിട്ടും. The key property of similarity transformation is that it preserves the eigenvalues of A. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവ്സ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സ് സിമിലർ ആണെങ്കിൽ രണ്ടിൻ്റെ ഐഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു മെട്രിക്സിൽ നിന്ന് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വഴി മറ്റൊന്നിലേക്ക് എത്തിയാലും ഐഗൻ വാല്യൂസ് അവിടെ പ്രിസർവ് ചെയ്തിരിക്കും. അത് തന്നെ ആയിരിക്കും. തിയറം 1: ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് സിമിലർ മെട്രിക്സസ്. ഇഫ് എ ക്യാപ്പ് ഈസ് സിമിലർ ടു എ ദെൻ എ ക്യാപ്പ് ഹാസ് the same eigenvalues as A. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. Furthermore, if x bar is an eigenvector of A, then y is equal to P inverse x is an eigenvector of A cap corresponding to the same eigenvalue. x bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ eigenvector of A ആണ്. Then y is equal to P inverse into x is an eigenvector of A cap corresponding to the same eigenvalue. Okay. Example 2: eigenvalues and eigenvectors of similar matrices. Let A bar is equal to 6 -3 4 -1 and P is equal to 1 3 1 4. Find A cap. Also confirm theorem 3. Here P ഉണ്ട്, ഡിറ്റ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ P ഇൻവേഴ്സ് എക്സസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് പി ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 0 0 2 എന്ന് കിട്ടി. നൗ ദ ഡയഗണൽ മെട്രിക്സ് എ ക്യാപ്പ് ഹാസ് ദി ഐഗൻ വാല്യൂസ് ആസ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ആർ ലാംഡ 1 = 3 ലാംഡ 2 = 2. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് നമുക്ക് കിട്ടി. ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3 2 ആണ്. ശരിക്കും അത് തന്നെയാണ് ഇതിൻ്റെ ഐഗൻ വാല്യൂസ് എ ക്യാപ്പിൻ്റെ. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ഈസ് എയുടെ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനൊക്കെ അറിയാമല്ലോ. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇറ്റ് ഹാസ് ദി റൂട്ട്സ് ലാംഡ 1 = 3 ലാംഡ 2 ഈക്വൽ ടു 2 ദ സെയിം ആസ് ഐഗൻ വാല്യൂസ് ഓഫ് എ. ഫ്രം ദി ഫസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 we have 6 minus lambda into x1 minus 3x2 equal to 0. For lambda equal to 3 നമുക്ക് ഓക്കെ. അപ്പം നമ്മൾ എ മൈനസ് ലാംഡായി നിങ്ങൾ എഴുതി നോക്കണം, അത് എന്നാലേ അത് കിട്ടുള്ളൂ. ഇത് എങ്ങനെയാണെന്നുള്ളത് എ മൈനസ് ലാംഡ ഐ എക്സിന് നിങ്ങൾ എക്സ് ബാറിന് നിങ്ങൾ x1 x2 ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കമ്പോണൻ്റാണ് ഈ 6 മൈനസ് ലാംഡ ഇൻറ്റു x1 മൈനസ് 3x2 = 0 എന്ന് കിട്ടും. ലാംഡ = 3 ആണെങ്കിൽ ഇതിൽ നിന്ന് 3x1 മൈനസ് 3x2 എന്ന് കിട്ടും. സേ x1 = 1 ആൻഡ് x2 = ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു x1 x2 കൊടുക്കുന്നു. അപ്പോൾ x1 = 1 1 x1 ബാർ 1 1 നമ്മൾ വിളിക്കുന്നു. ലാംഡ = 2 ആണെങ്കിൽ ആ ഇക്വേഷൻ 4x1 മൈനസ് 3x2 = 0 എന്ന് കിട്ടും.
അപ്പോൾ x2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം ആണ്. Thus we have y1 bar is equal to p inverse of x1 bar equal to, നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എ ക്യാപ്പിൻ്റെ ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കുകയാണ്. 4 - 3 - 1 1 കൊണ്ടും പി ഇൻവേഴ്സ് ഓഫ് ഇൻറ്റു x1 മൾട്ടിപ്ലൈ ചെയ്തു 1 0 എന്ന് കിട്ടി. അടുത്തത് y2 ബാർ പി ഇൻവേഴ്സ് ഇൻറ്റു x2 ബാർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയുടെ ഐഗൻ വെക്റ്റർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏതിന്? പി ഇൻവേഴ്സ് ഇൻറ്റു x2 ബാർ. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ദാറ്റ് ദീസ് ആർ ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ദി ഡയഗണൽ മെട്രിക്സ് എ ക്യാപ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഐഗൻ വെക്റ്റർ ആണോ എന്ന് നോക്കുന്നത്? അപ്പം എക്സ് ഇസിക്കൽ ടു ലാംഡ എക്സ് അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കി. അപ്പോൾ എ ക്യാപ്പ് ഇൻറ്റു എക്സ് ബാർ ഈക്വൽ ടു ലാംഡ, ഏത് ലാംഡയാണോ അത്, ഇൻറ്റു എക്സ് ബാർ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ഐഗൻ വെക്റ്റർ ആവും. പെർഹാപ്സ് വി സീ ദാറ്റ് x1 bar and x2 bar are the columns of P. This suggests the general method of transforming a matrix A to a diagonal form D by using P is equal to X, the matrix with eigenvectors as columns. അടുത്തത് തിയറം 2, diagonalization of a matrix. If an n by n matrix A has a basis of eigenvectors, then D is equal to x inverse AX is diagonal with the eigenvalues of A as the entries on the main diagonal. Here x is the matrix with these eigenvectors as column vectors. Also D raised to m is equal to x inverse A raised to m into x. അപ്പം ഒരു n by n മെട്രിക്സ് എ ഉണ്ട്, ഡയഗണൽ ബേസിസ് ഉണ്ട്, അതിന് ഐഗൻ വെക്റ്റേഴ്സാണ് ബേസിസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി സിക്കൽ എക്സ് ഇൻവേഴ്സ് എക്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡയഗണലായിരിക്കും വിത്ത് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ ആസ്. ഇപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ഡയഗണലിൽ വരുന്നതല്ല അതിൻ്റെ ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഹിയർ എക്സ് ഇസ് ദി മെട്രിക്സ് വിത്ത് ദീസ് ഐഗൻ വെക്റ്റേഴ്സ് ആസ് കോളം വെക്റ്റേഴ്സ്. ഓൾസോ ഡി റേസ് ടു എം. ഇപ്പോൾ ഡി ഇങ്ങനെയാണ്. അപ്പോൾ ഡി സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മനസ്സിലാവും എക്സ് ഇൻവേഴ്സ് എ സ്ക്വയർ ഇൻറ്റു എക്സ് എന്നാണ് കിട്ടുക. ഡി ക്യു കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അതേപോലെ തന്നെ. അപ്പോൾ ഡി റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻവേഴ്സ് എ റേസ് ടു എം എക്സ്, എം ഇസ് ഈക്വൽ ടു 2 3 എക്സെട്ര. അടുത്ത എക്സാമ്പിൾ 3, ഡയഗണലൈസ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 10 3 4 6. ഓൾസോ ഫൈൻഡ് എ ക്യൂബ്. അപ്പോൾ എയിനെ ഡയഗണലൈസ് ചെയ്യുക, എ ക്യൂബ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ സ്റ്റെപ്സ് ഓർത്ത് വെച്ചേക്കണം. ഡിറ്റർമിനേഷൻ ഓഫ് ഐഗൻ വാല്യൂസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പോർഷൻസിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ, ഇതിന് മുമ്പ് അങ്ങനെയായിരുന്നു, നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഈ യൂണിറ്റിലെ ഈ ഭാഗത്തു നിന്നാണ്. ഈ ഡയഗണലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം, ഇതിനെല്ലാം മാർക്കുണ്ടാവും. ഓക്കെ, ഈക്വൽ ടു 0. ഓൺ സിംപ്ലിഫിക്കേഷൻ എഴുതി സോൾവ് ചെയ്യുന്നു. ലാംഡ ഈക്വൽ ടു 4ഉം 12ഉം കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് 2, ഡിറ്റർമിനേഷൻ ഓഫ് ഐഗൻ വെക്റ്റേഴ്സ്. Step 2, determination of eigenvectors corresponding to the eigenvalue lambda equal to 4. The eigenvector x bar corresponding to lambda equal to 1 is obtained by solving a minus 4if x bar x equal to 0. അപ്പോൾ ആദ്യത്തെ ഐഗൻവെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് a minus 4if x equal to 0. സോൾവ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 6x1 plus 3x2 equal to 0, 4x1 plus 2x2 equal to 0. Putting x1 equal to k into we obtain x2 is equal to minus 2k. Hence the eigenvector corresponding to lambda equal to 4. എപ്പോഴും ഇത് ഒരു മെത്തേഡ് തന്നെയാണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണല്ലോ ഐഗൻവെക്ടർ. a minus 4af എന്ന് എഴുതി പിന്നെ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിടത്തും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2x1 പ്ലസ് x2 equal to 0 എന്നുള്ള രീതിയിലാണ് കിട്ടുക രണ്ടിടത്തും, 1ലും 2ലും. x1 equal to k കൊടുക്കുക, x2 minus 2k കിട്ടും. അപ്പോൾ x1 x2 k minus 2k എന്ന് കിട്ടും. k is equal to -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -1 2 എന്ന് കിട്ടും. ഇത് നേരത്തെ പഠിച്ച പ്രൊസീജിയറാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഐഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ ലാംഡ equal to 12. അടുത്ത പോലെ a minus 12 is equal to 0 എന്ന് കിട്ടും. സോൾവ് ചെയ്യുന്നു, ഇക്വേഷൻസ് കിട്ടും. 2x1 plus 3x2 equal to 0, 4x1 minus 6x2 equal to 0,
അപ്പം x2 കൊടുക്കുന്നു. അപ്പോൾ x3/2 എന്ന് കൊടുക്കുന്നു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് k=-2 കൊടുത്തു കഴിഞ്ഞാൽ -3 -2 എന്ന് കിട്ടും. Let x bar denote the model matrix whose columns are the eigenvectors of the matrix A. Then x bar is equal to -1 -3 -2. അപ്പോൾ മോഡൽ മെട്രിക്സ് എന്നാണ് അതിനെ വിളിക്കുക. കോളംസ് ഐഗൻ വെക്റ്റേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വെക്റ്റേഴ്സിനെ എടുത്ത് കോളംസ് ആയിട്ട് വെക്കുന്നു. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതിനാണ് എക്സ്. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ദാറ്റ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/8 × -2 3 -2 1. എക്സ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 0 0 12 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഡയഗണൽ ഫോം എന്ന് പറയുന്നത്. ഈ ഡിറ്റർമിനേഷൻ ഓഫ് എ ക്യൂബ് നമ്മൾ നേരത്തെ തീർത്തിൽ ഡി = എക്സ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഡി ക്യൂബ് എക്സ് ഇൻവേഴ്സ് എ ക്യൂബ് എക്സ് ആണെന്ന് പറഞ്ഞു. പ്രീ മൾട്ടിപ്ലൈ ബൈ എക്സ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡി ക്യൂബ് = എക്സ് ഇൻവേഴ്സ് എ ക്യൂബ് എക്സ്, അതായത് എക്സ് ഡി ക്യൂബ് = എ ക്യൂബ് എക്സ് എന്ന് കിട്ടും. പോസ്റ്റ് മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് ഇൻവേഴ്സ് വി ഒബ്റ്റെയിൻ എക്സ് ഡി ക്യൂബ് എക്സ് ഇൻവേഴ്സ് = എ ക്യൂബ് എക്സ് ഇൻവേഴ്സ് എക്സ് ഡി ക്യൂബ് എക്സ് ഇൻവേഴ്സ് = എ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ എ ക്യൂബ് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം കിട്ടി നമുക്ക്. അപ്പം എ ക്യൂബ് = എക്സ് ഡി ക്യൂബ് എക്സ് ഇൻവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ.